Hello, welcome back to my YouTube channel. ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന് ചൈനീസ് ന്യൂ ഇയർ ആണ്, ലൂണാർ ന്യൂ ഇയർ എന്ന് പറയും. അത് വിശദമായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചോ. ഇന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ ഉബർവില്യ എന്ന് പറഞ്ഞാൽ പാരീസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ചൈനീസിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ട്. ഷിനുവ എന്നാണ് ഇവിടെ ചൈനീസിനെ പറയുന്നത്, ഫ്രഞ്ചിൽ. അപ്പോൾ ഷിനുവയുടെ ആ അസോസിയേഷൻകാർ ഇവിടെ അതിൻ്റെ സെലിബ്രേഷൻ നടത്തിയാണ് ചൈനീസ് ന്യൂ ഇയറിൻ്റെ. അപ്പോൾ ഞാൻ അത് അവിടെ നിൽക്കുകയാണ്. ഭയങ്കര രസമുണ്ട്. ഈ ചൈനീസ് ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ വർഷവും ജനുവരി 21 തൊട്ട് ഫെബ്രുവരി 21 വരെയുള്ള ഒരു ഇതാണ്. നിറയെ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ട്. രാത്രിയാണ് രസം. ഇപ്പോൾ ഡ്രാഗൺ ഡാൻസ് നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കാൻ പോവുകയാണ്. ട്രഡീഷണൽ ഷിനുവാസിൻ്റെ നല്ല രസമുണ്ട് കാണാൻ. നല്ല അടിപൊളിയാണ്. എല്ലാം നല്ല സിങ്കായിട്ട് കളിക്കുന്നത്. പാട്ട് ഒരു രക്ഷയില്ല, ക്യൂട്ട് പാട്ട്. കറക്റ്റ് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസ് ആണെന്ന് തോന്നുന്നു. അതേപോലത്തെ ഡ്രസ്സുകളും അവരുടെ കയ്യിരിക്കുന്ന വീശറി പോലത്തെ ഐറ്റമൊക്കെ നല്ല രസമുണ്ട്. എല്ലാം പ്രായമായിട്ടുള്ള ലേഡീസ്, അതാണ് രസം. അടുത്ത സ്റ്റേജിൽ അടുത്ത ഷോ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പെൺപിള്ളേരുടെ ഡാൻസ്. പരിപാടി കുറച്ച് പേര് താഴെയും, ഇത് കുറച്ച് പ്രായമായിട്ടുള്ളവരാണ്, കുറേ അപ്പൂപ്പനും അമ്മമാരും. കുറച്ച് പേര് താഴെ സ്റ്റേജിൻ്റെ താഴെയും കുറച്ച് പേര് മേളിൽ നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് കുങ്ഫു ആണെന്നാണ് തോന്നുന്നത്. ഫ്രണ്ടിൽ മാസ്റ്റർ നിൽക്കുന്നത് ഏറ്റവും മുമ്പിൽ.
എന്തായി ഇവിടെ നിന്ന് ഇനി എല്ലാവരും കൂടെ ഒരു ഘോഷയാത്രയ്ക്ക് നടന്നു പോകാൻ പോവുകയാണ്. ഇത് ഇനി അടുത്ത് ഈ ചൈനീസ് അസോസിയേഷൻ്റെ ഒരു പരിപാടി വേറെ എവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരു ഘോഷയാത്ര പോലെ പോകാൻ പോവുകയാണ്. ആ ഘോഷയാത്ര സ്റ്റാർട്ടായി. ആ പോണ ഡ്രാഗൺ, ആൾക്കാരെല്ലാം പുറകെ പോകുന്നുണ്ട് ഡ്രാഗൻ്റെ. ഡ്രാഗണെല്ലാം പോയി. ഞാനും പുറകെ കുറച്ച് ദൂരം എന്തായാലും എല്ലാവരും നടക്കുന്നത്, ഞാനും കുറച്ച് ദൂരം പോകാമെന്ന് വിചാരിക്കും. ഞാൻ മൊത്തം മുഴുവനും നടക്കാൻ പോകില്ല, എന്തായാലും നല്ല രസമുണ്ട്. ഈ തറയിൽ മൊത്തവും നേരത്തെ പടക്കം പൊട്ടിച്ചതിൻ്റെ ബാക്കി. ചൈനീസ് ഘോഷയാത്ര. ഞാൻ ഇപ്പോൾ മുഴുവനും പോകില്ല. ഞാൻ ഇവിടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ കയറി ഞാൻ അടുത്ത് തിരിച്ചു പോകാൻ പോവുകയാണ്. ഘോഷയാത്ര അതാ പോകുന്നുണ്ട്. ഇനി ഇവിടെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ വർക്ക് ചെയ്യണ ബാറിൽ പോവുകയാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്ന് അശോക് മാത്രമാണ് വർക്ക് ചെയ്യേണ്ടത്. പക്ഷെ ഞാനും സായി അശോകിൻ്റെ ഫ്രണ്ടാണ്. നമ്മൾ രണ്ടുപേരും ഫുഡ് കഴിക്കാനും വീഡിയോ എടുക്കാനും വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് കഴിക്കാൻ പോണ ഫുഡ് ഹമ്മസാണ്. ഹമ്മസ് നമ്മളിവിടുത്തെ ബഗറ്റ് കട്ട് ചെയ്ത് ബഗറ്റിനോട് കൂടെയാണ് കഴിക്കുന്നത്. ഹമ്മസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കടല അരച്ച് തഹീനി എന്നൊക്കെ പറയുന്ന പേസ്റ്റും അതൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ ഹമ്മസ് കമ്മിങ്. ഹമ്മസ് എത്തിയിട്ടുണ്ട്. ഇതാണ് ഹമ്മസ്. മേളിൽ ഗാർണിഷിന് വേണ്ടി ഞാൻ പെർസിലും കുറച്ച് ഒലിവ് ഓയിലും ഒഴിക്കും. ഇങ്ങനെയാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അപ്പം ഇത് നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ബഗറ്റ് കട്ട് ചെയ്തത്. എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റമാണ്. ഇത് കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് ഒരു 10ന് ഒരു ഞാൻ ഒരു 8 കൊടുക്കും. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. നമ്മളിത് കുറച്ചേ എടുത്തോളൂ, കാരണം നമുക്ക് 3 നേരം കുറച്ചെല്ലാം കഴിക്കാനുള്ളതുകൊണ്ട് കുറച്ചാണ് കഴിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നത് നാച്ചോസാണ്. നാച്ചോസ് എന്ന് പറഞ്ഞാൽ ചിപ്സ് ഉണ്ടല്ലോ, ഈ ഡൊറിറ്റോസിലുള്ള ആ ചിപ്സ് നമ്മളിവിടെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ചെദ്ദാറും എമന്താൽ ചീസും ഇട്ട് ഹീറ്റ് ചെയ്ത് അത് മെൽറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ കിടക്കും. അതിന് 2 സോസാണ് യൂസ് ചെയ്യണത്. ഗുക്കമോളയും എന്ന് പറഞ്ഞാൽ അവക്കാഡോ അരച്ച ഒരു പേസ്റ്റും പിന്നെ സാൽസ സ്പാനിഷ് സോസും. ഞങ്ങൾക്ക് മാത്രമേ ഉണ്ട്, കുറച്ച് ഇടുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് ഇടും. ദൈമന്താർ, ചെഡാർ, യെസ്, നാച്ചോസും സോസും റെഡി. സാൽസയും കുക്കമോളയും നാച്ചോസ്, മേളിൽ ചെഡാറും എമന്താലും മെൽറ്റായി. ചെദ്ദാർ ചീസ് സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സാൽസയിൽ മുക്കി കഴിക്കാം. സാൽസയിൽ മുക്കുമ്പോൾ സാൽസയുടെ ടേസ്റ്റാണ് കൂടുതൽ. അശോകിനൊന്നും മനസ്സിലാവണ്ട. ഇനി കുക്കമോളെ മുക്കി കഴിക്കാം. കുക്കമോളെ മുക്കുമ്പോൾ കൂടുതൽ കൊള്ളാം കേട്ടാ.
ഇന്ന് നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി അശോക് പിസ്സ ഉണ്ടാക്കി. ഇത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയാണ്. ഒരു സൈഡ് മാർഗരീറ്റയും ഒരു സൈഡ് ബാർബിക്യൂ സോസ് വെച്ച് ഉണ്ടാക്കിയ പിസ്സയാണ്. പിന്നെ നമുക്ക് കുടിക്കാൻ ബിയറുണ്ട്. ചിയേഴ്സ്. വാ കം ബ്രോ. ഇത് ബാർബിക്യൂ സോസ് വെച്ചുള്ളൂ. ഇത് ഒരിടത്തും കിട്ടാൻ വഴിയില്ല. നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ആരും ഉണ്ടാക്കില്ല. ചിയേഴ്സ്. ബാർബിക്യൂ സോസ് വെച്ച് ഉണ്ടാക്കുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുണ്ട് പിസ്സ. ഇവിടെ സ്വീറ്റ് പിസ്സ ഉണ്ട്. നമ്മൾ ഫ്രൂട്ടൊക്കെ ഇട്ടുള്ള പിസ്സ ഉണ്ട് ഇവിടെ. പോർ എന്ന് പറയുന്ന ഫ്രൂട്ട് ഇട്ട ഒരു സൂപ്പർ പിസ്സയാണ്. ഞങ്ങളിതാ വർക്ക് കഴിഞ്ഞ് ഇറങ്ങി. നേരത്തെ പറഞ്ഞ നേരത്തെ ഇറങ്ങിയിരുന്നു. പിന്നെ ഇവിടെ ഡാർട്സ് കളിക്കാൻ വന്നു. നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡാർട്സ് കളിക്കാൻ വരും. ഡാർട്സ് മറ്റേ ഒരു ബോർഡുണ്ട്, അതിലോട്ട് മറ്റേ ഒരു ചെറിയൊരു സംഭവം ഇറങ്ങി നീഡിലോട്ട്. അതാണ് ഡാർട്സ് ഗെയിം. ഇത് മറ്റേ ടെഡ്ലാസ് എന്ന് പറയുന്ന സീരീസിലുണ്ട് ടെഡ് എറിയുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കളിക്കാൻ വരും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് കളിക്കാൻ പോവുകയാണ് നമ്മൾ. ഡാർട്ട് ബോർഡ് നമ്മൾ ഡാർട്സ് കളിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഡാർട്സ് കളി എന്ന് പറഞ്ഞാൽ ഇതിൽ പോയിന്റുകളുണ്ട്. നമ്മൾ എറിയുന്ന ഡാർട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് ആരുടെയാണോ ചെന്ന് വരുന്ന ആളാണ് ആ റൗണ്ട് ജയിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ 5 റൗണ്ട് ജയിക്കുന്നവരെ 5 പോയിന്റ് വേണം. മൊത്തത്തിൽ 5 റൗണ്ട് ജയിക്കണം. അയാളാണ് വിജയ്. അങ്ങനെ നമ്മൾ കളിക്കുന്നത്. അപ്പം 4 പേരുണ്ട്. 4 പേരും ഓൾട്ടർനേറ്റീവായിട്ട് അവരുടെ ചാൻസസ് എടുക്കും. അങ്ങനെയാണ് നമ്മൾ കളിക്കുന്നത്. അപ്പം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കുമായിരിക്കും കണ്ടോണ്ടിരുന്നത്. അതുകൊണ്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. കുറച്ച് കണ്ടാൽ മതി. നല്ല രസമാണ്. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ടുള്ളപ്പോൾ എല്ലാം കളിക്കും ഇവിടെ.